നാട്ടിൽ നിന്ന് യൂറോപ്പിലേക്ക് ജോലിക്കായി വരുന്നവർക്ക് എത്ര സാലറി കിട്ടും ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ഈ കിട്ടുന്ന സാലറി ഇവിടുത്തെ ചെലവുകളെല്ലാം കവർ ചെയ്യും. ഒരാൾക്ക് ഇവിടെ വന്ന് ഒന്ന് തട്ടിമുട്ടി ജീവിച്ചു പോവാൻ ഏകദേശം ഒരു മാസം മിനിമം എത്ര സാലറി വേണ്ടി വരും എന്ന് ഒന്ന് കണക്കൂട്ടി നോക്കാം. ചേച്ചി, എനിക്ക് 2.5 ലക്ഷം രൂപ ഉള്ള ഒരു ജോലി അവിടെ കിട്ടി, അവിടുത്തെ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ ആ സാലറി മതിയാവും? എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജുകളിൽ ഒന്ന് ഇതാണ്. നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ പറ്റാവുന്ന സാധനങ്ങൾ മുഴുവൻ ബാഗിൽ കുത്തി നിറച്ച് പോകുന്നത് ഇവിടെ ഇതൊന്നും കിട്ടാനിട്ടല്ല, പക്ഷെ ഒരു 10 ഇരട്ടി വില കൊടുക്കേണ്ടി വരും. യൂറോപ്പിലെ മൊത്തത്തിൽ ജീവിത ചെലവ് കൂടാനുള്ള കാരണം ഈ സാധനങ്ങളുടെ വില മാത്രമല്ല, ഇവിടുത്തെ ഹൈ ടാക്സ് റേറ്റും കൂടിയാണ്. അതിന്റെ പുറത്ത് ഇപ്പം റഷ്യ യുക്രൈൻ വാറൊക്കെ നടക്കുന്നതൊക്കെ ചെലവ് കുറച്ചുകൂടെ കൂട്ടുന്നുണ്ട്. ഇന്ത്യയിൽ നമ്മൾ ഒരു ജോലിക്കൊക്കെ ആളെ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ, പക്ഷേ ഇവിടെ അതിനും ആളെ കിട്ടാൻ കുറവാണ്. അപ്പൊ ആളില്ലാത്തതും ഈ ഹ്യൂമൻ റിസോഴ്സ് കുറയുന്നതും ചെലവ് കൂടാൻ ഒരു കാരണമാവുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് വന്നാൽ ഹ്യൂമൻ റിസോഴ്സ് കൂടില്ലേ? പക്ഷേ സാലറിയിലും വ്യത്യാസമുണ്ട്. ചെലവ് കുറഞ്ഞ രാജ്യങ്ങളിൽ കിട്ടുന്ന സാലറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ അതിനേക്കാളൊക്കെ ഒരുപാട് സാലറി കൂടുതൽ കിട്ടുന്നുണ്ട്. അങ്ങനെ പറ, അപ്പൊ ടാലി ആയില്ലേ? ഇനി ചെലവും സാലറിയും കൂടെ കമ്പയർ ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. എല്ലാ ജോലിക്കും നമുക്ക് ഈ ചെലവൊക്കെ കഴിച്ചിട്ട് കുറച്ച് കാശ് സേവ് ചെയ്യാൻ പറ്റണ പോലെ അത്രയും സാലറി കിട്ടിക്കൊള്ളണമെന്നില്ല. നാട്ടിൽ നിന്ന് ലോൺ എടുത്ത കാശിനൊക്കെ ഇവിടെ വന്നിട്ട് നിത്യച്ചെലവിന് പോലും ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ചെലവിലേക്ക് വരാം. നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം. ചെലവ് പറയണതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഫുഡിന്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ലോകത്തിൽ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുടെ ലിസ്റ്റിൽ വന്ന കോഴിക്കോട് നിന്ന് ലോകത്തിൽ ഏറ്റവും മോശം ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുടെ ലിസ്റ്റിൽ വന്ന നോർവേയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഓരോ നാട്ടിലും പോയാൽ അവിടെയുള്ള ആൾക്കാരെ പോലെ ജീവിക്കണം എന്നാണല്ലോ. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളവർ കഴിക്കണ ഫുഡ്. നിങ്ങൾ കാണുന്നുണ്ടോ? കുറേ ഇലയും സാധനങ്ങളും. ഇതൊക്കെ കഴിച്ച് ജീവിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പാടായിരിക്കും. പിന്നെ ഡെയിലി റെസ്റ്റോറൻറ്റ് പോയി കഴിക്കണ കാര്യം ചിന്തിക്കുകയേ വേണ്ട, കൊന്ന് കൈ തരും. ആകെയുള്ള വഴി എന്താണ്? നമ്മൾ അങ്ങോട്ട് കുക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണ കുറച്ച് സാധനങ്ങളുടെ വില നോക്കുകയാണെങ്കിൽ ഒരു പാക്കറ്റ് ബ്രെഡിന് ഏറ്റവും കുറഞ്ഞത് 300 രൂപ, പൊട്ടാറ്റോ 1 കിലോ 335 രൂപ, കാളി 1 കിലോ 300, 1 കിലോ 150. ഉള്ള ഒരുവിധം സാധനങ്ങളൊക്കെ വേറെ ഓരോ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയധികം വില വരുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു മാസം കൃത്യമായി നമ്മുടെ ജോർജ് കുട്ടീനെ പോലെ ബില്ലൊക്കെ എടുത്ത് വെച്ച് കറക്റ്റായിട്ട് കണക്ക് കൂട്ടി നോക്കി. ഇന്ന് ഓഗസ്റ്റ് 2 ഒരു മാസം ഗ്രോസറീസിന് മാത്രം ഒരു 20,000 തൊട്ട് 35,000 രൂപ വരെ ചെലവ് വരുന്നുണ്ട്. സത്യത്തിൽ ഇവിടെ നിന്നുകൊണ്ട് ഇന്ത്യൻ റുപ്പിയിൽ ചെലവ് പറയുന്നതിൽ കാര്യമൊന്നുമില്ല, പക്ഷെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ത്യൻ റുപ്പിയിൽ പറയണേ. അടുത്തത് അക്കോമഡേഷൻ ആണ്. വീടിന്റെ റെന്റ് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യണത് സിറ്റിക്ക് ഉള്ളിലാണോ അതോ ഔട്ട്സ്കേർട്സിലാണോ അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ളതാണ്. പൊതുവെ വെസ്റ്റേൺ കൺട്രീസിലെല്ലാം വീടിന്റെ റെന്റ് ഭയങ്കര കൂടുതലാണ്, പക്ഷേ സ്കാൻഡിനേവിയൻ കൺട്രീസ് അത് കുറച്ചുകൂടെ കൂടും. ഒരു 1 BHK അപ്പാർട്ട്മെന്റിന് ഇപ്പൊ സിറ്റിക്ക് ഉള്ളിലാണെങ്കിൽ ഏകദേശം ഒരു 1.25 ലക്ഷം രൂപ വരും. അത് ഇച്ചിരി കൂടുതലല്ലേ ചേച്ചി? പുറത്താണെങ്കിൽ ഇതിലും കുറച്ച് കുറവായിരിക്കും, പക്ഷെ അങ്ങനെ ഒരു വലിയ വ്യത്യാസമൊന്നും വരാൻ ചാൻസ്. ക്ലോത്ത്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ മാസവും വരുന്ന ഒരു ചിലവ് അല്ലെങ്കിൽ പോലും സാധാരണ നമുക്ക് നാട്ടിൽ വരുന്നതിനേക്കാളും കൂടുതൽ കുറച്ചധികം സാധനങ്ങൾ ഇവിടെ വാങ്ങിക്കേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ സീസണിലേക്കും വേണ്ട പലതരത്തിലുള്ള ജാക്കറ്റ്സ് വരും, ഓരോ സീസണിലേക്കും വേണ്ട ഷൂ, അങ്ങനെ ഹാറ്റ്, അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് എക്സ്ട്രാ വേണ്ടി വരുന്നുണ്ട്. ഒരു ഷോപ്പിൽ സീസൺ സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടതാണ്. അപ്പം വെറുതെ ഒന്ന് സെയിലിൽ എത്രയാണ് റേറ്റ് ഈ ജാക്കറ്റിന് നോക്കിയപ്പം ഇതിന് വരുന്നത് 13,000 രൂപയാണ് ഇന്ത്യൻ റുപ്പി. വളരെ ലോക്കലാണെന്ന് നമുക്ക് തോന്നുന്ന ടൈപ്പ് ടീഷർട്സിന് വരെ ഒരു 4,000 രൂപ വരുന്നുണ്ട് മിനിമം. ഇതിൽ പലതും ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും നമുക്ക് ഓരോ മാസവും ഏകദേശം എത്ര വരും എന്നുള്ള പോലെ കണക്കാക്കാം. ക്ലോത്ത്സ് വാങ്ങിക്കുമ്പോഴുള്ള ചെലവ് ഓരോ ആൾക്കാരുടെയും ശീലം അനുസരിച്ചിട്ട് വാരി ചെയ്യും. അപ്പൊ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പിന്നെ ഇത് എല്ലാ മാസവും വരുന്ന ഒരു ചെലവല്ല, അതുകൊണ്ട് ഒരു മാസത്തെ ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് എത്ര വരും എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ ബേസിക് നീഡ്സ് പറയണതിന് മുമ്പ് പറയേണ്ടിയിരുന്ന ഒരു കാര്യം ടാക്സ് ആണ്. കിട്ടുന്ന സാലറിന്റെ 33% നമ്മൾ നോർവേയിൽ ടാക്സ് കൊടുക്കുന്നത്. യൂറോപ്പിലെ വേറെ ചില രാജ്യങ്ങളിൽ 48-50% വരെ ടാക്സ് ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന് ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ 6 മാസം നമ്മൾ ഗവൺമെന്റിന് വേണ്ടി പണിയെടുക്കുന്നു, നമ്മളെ കയ്യിലൊന്നും കിട്ടണില്ല. എന്നാ പിന്നെ 6 മാസം പണിയെടുത്ത് വീട്ടിൽ പോയാൽ. പിന്നെ ടാക്സിന്റെ സ്ലാബ് സാലറി പാക്കേജ് അനുസരിച്ച് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ ബേസിക് നീഡ്സ് കുറച്ച് കാലം മുന്നത്തെ ബേസിക് നീഡ്സ് ആണ്. ഇപ്പോഴത്തെ നമ്മളെ ബേസിക്സ് അതൊന്നും അല്ലല്ലോ. പുതിയ ബേസിക്സ് നോക്കുമ്പോൾ നമ്മള് മൊബൈൽ റീചാർജ്, വൈഫൈ, ട്രാൻസ്പോർട്ടേഷൻ, ജിം, ഇലക്ട്രിസിറ്റി ബിൽ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളും കൂടെ. ട്രാൻസ്പോർട്ടേഷന് വേണ്ടി എല്ലാ മാസവും ഒരു നല്ല എമൗണ്ട് കയ്യിൽ പോകുന്നുണ്ട്. ഒരു സിംഗിൾ ടിക്കറ്റിന് ഇവിടെ നോർവേയിലാണ്, ഓസ്ലോയിൽ ഒരു സിംഗിൾ ടിക്കറ്റിന് വരുന്നത് 330 രൂപയാണ്. അപ്പോൾ ഞാനൊക്കെ എടുക്കുന്നത് മന്ത്ലി ടിക്കറ്റ് ആണ്. ഒരു മാസത്തേക്ക് ഏകദേശം ഒരു 7,000 രൂപ വരും. മൊബൈൽ റീചാർജ് ആൻഡ് വൈഫൈ നമുക്ക് ഒഴിവാക്കണതിനെ പറ്റി ആലോചിക്കാനേ പറ്റില്ല. 100% യോജിക്കുന്നു. വൈഫൈ ഇല്ലാത്തൊരു ജീവിതവും. ഇന്ത്യയിൽ എത്രയും ചീപ്പായിട്ട് ഡാറ്റ കിട്ടണ വേറെ ഒരു രാജ്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇലക്ട്രിസിറ്റി ബില്ലിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. അതിൽ മെയിൻ ഒരു ഘടകം നമ്മുടെ വീട്ടിലെ ഹീറ്ററാണ്. നമ്മുടെ റൂം ചൂടാക്കണ സംഭവം. അത് ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഹീറ്റർ
ബില്ല് വരുന്നത് ഹൗസ് റെന്റിന്റെ കൂടെയാണ്. പക്ഷെ ചിലർക്ക് ഇലക്ട്രിസിറ്റി ബില്ലിലാണ് ഹീറ്ററിന്റെയും കൂടെ ചാർജ് വരുന്നത്. ഇപ്പൊ കുറെ ആയിട്ട് എല്ലാവരും പറയുന്ന കേൾക്കാറുണ്ട് കറണ്ട് ബില്ല് ഭയങ്കരമായിട്ട് കൂടിയെന്ന്. നമ്മുടെ റഷ്യ ഉക്രൈൻ വാറൊക്കെ നടക്കുന്നത് കൊണ്ട് ഓയിലിന്റെ സ്കാർസിറ്റി എല്ലാം കൂടെ ആയിട്ട് കറണ്ട് ബില്ല് നല്ലോണം കൂടുന്നുണ്ട്. നോർവേയിൽ പക്ഷെ അത് അത്രത്തോളം എഫക്ട് ചെയ്തിട്ടില്ല, കാരണം ഇവിടെ മറ്റേ ഗ്യാസ് മൈനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട്. എന്നാലും ഒരു മാസം ഒരു 6,000 തൊട്ട് 20,000 രൂപ വരെ നമുക്ക് കറണ്ട് ബില്ലായിട്ട് പ്രതീക്ഷിക്കാം. വേറൊരു എക്സ്പെൻസ് വരുന്നത് ജിമ്മാണ്. ഇതൊക്കെ ഒരു അത്യാവശ്യമാണോ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹെൽത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ജിം ഒരു അത്യാവശ്യമാണ്. കാരണം ഇവിടെ ഒരു നവംബർ തൊട്ട് മാർച്ച് വരെ തണുപ്പാവുമ്പം നമുക്ക് പുറത്തൊന്നും ഇറങ്ങി വർക്കൗട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം എന്തായാലും ജിം പോവല്ലാതെ വേറെ വഴിയില്ല. പിന്നെ ഇത് ഞാൻ പറയണ കേൾക്കുമ്പം പലർക്കും തോന്നും ആരാ ഈ പറയണേന്ന്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, ഞാൻ നാളെ തൊട്ട് നന്നാവും. നോർമൽ ജിമ്മിന് ഒരു മാസത്തേക്ക് ഒരു 5,000 to 6,000 റുപ്പീസ് ചാർജ് വരും. ഇനി നമ്മളെ അല്ലറ ചില്ലറ സാധനങ്ങളിലെ സോപ്പ്, ചീപ്പ്, കണ്ണാടി ഐറ്റംസ്, ഇതിനെല്ലാം കൂടെ ഓരോ മാസവും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാ കോസ്മെറ്റിക്സിനെ നമുക്ക് അങ്ങനെയൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. ഈ വിന്ററിൽ ലിപ് ബാമും മോയ്സ്ചറൈസറും ഒന്നും ഇല്ലെങ്കിൽ നമ്മളങ്ങനെ ഓരോ ലെയറായിട്ട് നമുക്കങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് അതിനും കോസ്മെറ്റിക്സിന് അത്യാവശ്യം നല്ലൊരു ചിലവ് എല്ലാ മാസവും വരുന്നുണ്ട്. ഇപ്പം നല്ല ലൈറ്റാ ഇപ്പോഴത്തെ ലൈറ്റ്. ഇവിടെ എഡ്യൂക്കേഷൻ ഫ്രീ ആണെങ്കിലും നമുക്ക് സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേറെ കുറേ ചിലവുകളുണ്ട്. ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റിയിലാണ്. എക്സാം രജിസ്ട്രേഷൻ, ബുക്സ് വാങ്ങിക്കുക, അല്ലെങ്കിൽ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെൻറ്റ്സ്, അങ്ങനെ കുറേ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറേ കാശ് ചിലവാകും. ഒരു വീട്ടിൽ ആരെങ്കിലുമൊക്കെ പഠിക്കണവരുണ്ടാവുമല്ലോ. ഇനി ചെറിയ കുട്ടികളാണെങ്കിൽ ചിലവ് ഭയങ്കര കൂടുതലായിരിക്കും. കാരണം എവിടെ നിന്നൊക്കെയാണ് ചിലവ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല എന്നാണ് പാരൻസ് ആയിട്ടുള്ളവർ പറയണത്. ഒരു വർഷത്തിലുണ്ടാവണ ചിലവിനെ ഓരോ മാസത്തിലേക്ക് പാർട്ട് ചെയ്യുമ്പോഴാണല്ലോ ഒരു മാസത്തെ ഒരു ആവറേജ് ചിലവ് കിട്ടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു ചിലവ് വരുന്നത് നാട്ടിൽ പോകുമ്പോഴാണ്. ഫ്ലൈറ്റ് ടിക്കറ്റും നാട്ടിൽ പോയിട്ടുള്ള ചിലവും എല്ലാം കൂടെ നോക്കുമ്പം ഒരാൾക്കൊന്ന് നാട്ടിൽ പോയി വരാൻ ഒരു 1.5 ലക്ഷം രൂപയാവുന്നുണ്ട്. ടിക്കറ്റിന്റെ റേറ്റ് ഒക്കെ പിന്നെ സീസൺ അനുസരിച്ച് മാറും കേട്ടോ. പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ എക്സ്പെൻസസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കൺസൾട്ടേഷന് ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഒരു 2,000 രൂപയാണെന്നാണ് കേട്ടത്. പിന്നെ പക്ഷേ 20,000 രൂപയ്ക്ക് മുകളിൽ നമുക്ക് ഇവിടെ മെഡിക്കൽ എക്സ്പെൻസ് വരികയാണെങ്കിൽ അതൊക്കെ ഗവൺമെന്റ് കവർ ചെയ്തോളൂ. അങ്ങനെയാണ് നോർവേയിൽ. മറ്റു രാജ്യങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ നമുക്ക് കാർ ഉണ്ടെങ്കിൽ അതിന്റെ ഫ്യൂവല്, പാർക്കിംഗ് ഫീ, മെയിൻ്റനൻസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ കാറുമായിട്ട് ബന്ധപ്പെട്ടൊരു ചിലവ്. ഇത്രയും നേരം പറഞ്ഞത് എങ്ങനെയാണെങ്കിലും നമുക്ക് വരുന്ന എക്സ്പെൻസസ് ആണ്. ഇനിയുള്ളത് എന്റർടൈൻമെന്റും സോഷ്യലൈസിങ്ങും ഒക്കെ. നമ്മൾ ക്യാഷിന്റെ കാര്യത്തിൽ കുറച്ച് കൺസേൺഡ് ആയിട്ടൊക്കെ ജീവിക്കുമ്പോൾ ഏറ്റവും ആദ്യം കട്ട് ചെയ്യാൻ നോക്കണത് ഈ എന്റർടൈൻമെന്റിലൊക്കെ ഉള്ള ചിലവല്ലേ. പക്ഷെ നമ്മൾ നാട്ടിൽ നിന്ന് ഫ്രണ്ട്സിനെയും ഫാമിലിയും ഒക്കെ വിട്ട് ഇങ്ങനെ വേറൊരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്കങ്ങനെ പറ്റില്ല. ഇവിടെ ഇതിൽ നമ്മുടെ ട്രാവൽ, പാർട്ടീസ്, പുറത്തു പോയിട്ടുള്ള ഡേറ്റ്സ്, ഡിന്നർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പെടും. ഇതിന്റെ എല്ലാം പുറത്ത് നിങ്ങൾക്ക് വല്ല ദുശീലം ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വലിയ വില കൊടുക്കേണ്ടത്. ഇത്രയാണ് എനിക്ക് ഒറ്റ നോട്ടത്തിൽ ഓർമ്മ വന്ന എക്സ്പെൻസസ്. ഇതിന്റെ പുറത്ത് ഞാൻ എന്തെങ്കിലും വിട്ടുപോയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നമ്മുടെ ചെലവുകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് അപ്പാർട്ട്മെന്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ്. പൊതുവേ ഇന്ത്യൻസിന് വീട് റെന്റിന് കൊടുക്കുമ്പം നമ്മുടെ കിച്ചൺ ഹാബിറ്റ്സ് ഒക്കെ ഇവരുടെ കിച്ചണൊക്കെ വൃത്തികേടാക്കുമോ എന്നുള്ളൊരു കൺസേൺ ഇവിടെ പലർക്കും ഉണ്ട്. ഇതാ ഞാനൊന്നും ഉണ്ടാക്കാത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും കുറച്ച് കുറഞ്ഞ റേറ്റിൽ വീട് കിട്ടാതെ വലിയ റേറ്റിലുള്ള അപ്പാർട്ട്മെന്റ്സ് പോയി വാങ്ങേണ്ട അവസ്ഥ വരുന്നുണ്ട്. പിന്നെ ഒന്ന്, നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ നമ്മൾ താമസിക്കുന്ന ആ സൊസൈറ്റിയുടെ ലൈഫ് സ്റ്റൈലിലേക്ക് ഇഴുകിച്ചേരുമ്പം വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നാട്ടിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോ സിറ്റിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ സ്ഥിരമായിട്ട് പുറത്തുനിന്ന് കഴിക്കുന്ന ഒരു ശീലം നമുക്കിപ്പോൾ വന്നില്ലേ. അതുപോലെ ഇപ്പൊ നമ്മളും ഇവിടുത്തെ ആൾക്കാരെ പോലെ വെയിൽ കാണുമ്പോഴേക്ക് നേരെ പുറത്തേക്ക് ഓടി എന്തെങ്കിലും ഔട്ട്ഡോർ ആക്ടിവിറ്റീസിനോ അല്ലെങ്കിൽ ഒരു കോഫി ഡേറ്റിനോ ഒക്കെ പോണ ശീലം നമുക്കും വരുന്നുണ്ട്. മറ്റൊന്ന്, നമ്മൾ ഒരു ഇമിഗ്രന്റ് ആയിട്ട് ഇവിടെ താമസിച്ച് ഇവിടെ ഒന്ന് സെറ്റിൽ ആവണ വരെ വരുന്നൊരു ബുദ്ധിമുട്ടാണ്. ആ ഒരു പീരീഡിൽ ഇവിടെ തന്നെയുള്ള ഒരു നേറ്റീവ് പേഴ്സണിന് വരുന്നതിനേക്കാളും കൂടുതൽ ചെലവ് നമുക്ക് വരുന്നുണ്ട്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ചെലവുകളെല്ലാം കൂട്ടിയാൽ തന്നെ ഒരു 2-2.5 ലക്ഷം രൂപ വരുന്നുണ്ട്. സന്തോഷായി. ഇതിൽ ഞാൻ ടാക്സ് കൂട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ നമുക്കിവിടെ ജീവിക്കാൻ മിനിമം എത്ര സാലറി വേണ്ടി വരും നോക്കുമ്പം ഈ ചെലവ് മാത്രം നോക്കിയാൽ പോരല്ലോ. എല്ലാം കിട്ടണത് മൊത്തം ചെലവാക്കി തീർക്കാൻ വേണ്ടിയല്ലല്ലോ നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഈ ചെലവിന്റെ പുറത്ത് നമുക്ക് കുറച്ച് കാശ് സേവ് ചെയ്യാനോ അല്ലെങ്കിൽ എമർജൻസി ഫണ്ടൊക്കെ ആയിട്ട് വെക്കാൻ പറ്റണ ഒരു എമൗണ്ടും കൂടെ വേണമല്ലോ. അത് ചിലപ്പോൾ നാട്ടിലൊരു വീട് വാങ്ങിക്കാനോ ലോണോ കടോ അല്ലെങ്കിൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വരുമോ എന്ന് വിചാരിച്ച് സേവ് ചെയ്ത് വെക്കാനോ അങ്ങനെ എന്തും ആവാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ ചെലവുകളെല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. അത് ഓരോ പേഴ്സൺ ടു പേഴ്സൺ അത് വാരി ചെയ്യും. അടുത്തത്, എങ്ങനെ ചെലവ് കുറയ്ക്കാം എന്നുള്ള എക്കാലത്തെയും ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഞാനൊരു മാസ്റ്റർ അല്ല, എന്നാലും ഞാൻ എന്തൊക്കെയാണ് ചെയ്യണേന്നുള്ള കാര്യം സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ചിലപ്പോൾ സെയിം പ്രൊഡക്റ്റിന് പല ഷോപ്പിലും പല വിലയായിരിക്കും. ഇത് കണ്ടോ, ഇത് ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന റിച്ച് ലഞ്ചാണ്. ഇതിനിവിടെ 15 ക്രോണറാണ്, പക്ഷെ ഞാൻ വാങ്ങിക്കാറ് 10 ക്രോണറിനാണ്. ഇത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ്. ഇത് ഇവിടെ കാണിക്കുന്നത്
52 ക്രോണറാണ്. നമുക്ക് വേറൊരു കടയിൽ പോയി നോക്കാം. പുറത്ത് കണ്ട സെയിം ഷില്ലിംഗ് ഫില്ല് ഇവിടെ പ്രൈസ് 67 ക്രോണർ. സെയിം സാധനം ഒരു 15 ക്രോണർ വ്യത്യാസം, അതായത് ഒരു 120 രൂപ. 50 രൂപയ്ക്ക് കിട്ടുന്ന സാധനം എന്തിന് നമ്മൾ ഒരു 170 കൊടുത്ത് വാങ്ങിക്കണം? പിന്നെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കുമ്പോൾ നമുക്ക് 2 കടയിൽ പോയിട്ട് എവിടെയാ കുറവെന്ന് നോക്കി വാങ്ങിക്കുന്നത് എപ്പോഴും പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ നമുക്ക് ജനറലി ഏത് കടയിലാണ് കുറവ് എന്നുള്ളത് നോക്കിയിട്ട് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ചില ഷോപ്പിലൊക്കെ ചില ക്രെഡിറ്റ് കാർഡ്സ് യൂസ് ചെയ്യുമ്പം അതിന് ഓഫർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചൈനീസ് ഫ്രണ്ട് എനിക്ക് വേറൊരു ആപ്പ് സജസ്റ്റ് ചെയ്തിരുന്നേ. അവർ നമ്മളെക്കാളും മിടുക്കം വരാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെയുള്ള എല്ലാ ഷോപ്സിലെയും നോക്കിയിട്ട് എവിടെയൊക്കെ ഓഫർ ഉണ്ടെന്നൊക്കെ ഉള്ളത് അതിൽ കറക്റ്റായിട്ട് വരും. പക്ഷേ ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല, കാരണം ഇങ്ങനെ അതൊക്കെ നോക്കിപ്പോയി വാങ്ങിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ പറ്റണവരാണെങ്കിൽ അതിലൂടെയൊക്കെ നമുക്ക് കുറച്ച് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റും. മാക്സിമം സെൽഫ് കുക്കിംഗ് ചെയ്യുക, ഒരു രുചി ഇല്ലെങ്കിലും അങ്ങോട്ട് സഹിക്കുക. ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാൻ ഇവിടെ ഒരു വഴിയുണ്ട്. ഇലക്ട്രിസിറ്റിക്ക് ഓരോ സമയവും ഒരു യൂണിറ്റിന് എത്രയാണ് ചാർജ് എന്ന് അതിന്റെ പ്രൊവൈഡറുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. അപ്പോൾ ആ വെബ്സൈറ്റിൽ നോക്കിയിട്ട് യൂണിറ്റിന്റെ റേറ്റ് ഏറ്റവും കുറവ് ഏത് സമയത്താന്നൊക്കെ മനസ്സിലാക്കിയാൽ ഇലക്ട്രിസിറ്റി കൂടുതൽ ചിലവാകുന്ന ഈ ഡിഷ് വാഷർ, വാഷിംഗ് മെഷീൻ പോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ആ സമയത്ത് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഇലക്ട്രിസിറ്റി ബില്ല് കുറഞ്ഞു കിട്ടും. പിന്നെ ഹോം ഓട്ടോമേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അതും ഹെൽപ്പ് ചെയ്യും. ടാക്സിന്റെ റേറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല, പക്ഷേ നാട്ടിലുള്ള പോലെ തന്നെ ഈ ഹോം ലോൺ ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടാക്സിൽ എക്സംഷൻ കിട്ടും. നല്ല ഭംഗിയുണ്ട് മുടിയൊക്കെ കാണാൻ ഈ വെളിച്ചത്തിൽ. ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ ചിലവ് കുറയ്ക്കാൻ നമുക്ക് ആകെയുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ അധികമൊന്നും പുറത്തിറങ്ങണില്ലെങ്കിൽ വെറുതെ ഒരു മാസത്തേക്ക് ടിക്കറ്റ് എടുത്ത് അത്രയും കാശ് കളയാതിരിക്കുക. എന്ന് വെച്ചാൽ ഒരു വല്ലപ്പോഴും ഒക്കെ ഇറങ്ങണില്ലെങ്കിൽ ആ സിംഗിൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് അത്ര മാത്രം എടുക്കുക. ടിക്കറ്റ് എടുക്കാതെ പുറത്ത് പോകുന്നതിനെ പറ്റി ആലോചിക്കുകയേ ചെയ്യരുത്, കാരണം ഭയങ്കര വലിയ ഫൈനാണ്. ഒരു പ്രാവശ്യം ഫൈൻ കിട്ടുമ്പോൾ തന്നെ അത് ഏകദേശം ഒരു 10,000 മുകളിൽ വരുന്നുണ്ട് ഫൈൻ മാത്രമായിട്ട്. അതുകൊണ്ട് ടിക്കറ്റ് എപ്പോഴും എടുക്കുക, പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ വെറുതെ കാശ് കളയണ്ടല്ലോ. പിന്നെ ഒരു ചിലവ് കാറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു ടൗൺ പ്ലാനർ എന്നുള്ള നിലയിൽ ഞാൻ പറയും, സിറ്റിയിൽ ജീവിക്കുമ്പം കാറിൻ്റെ ഒരാവശ്യമില്ല. പ്രത്യേകിച്ച് കുട്ടികളും ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ കാറിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സിറ്റിയിൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ആവശ്യത്തിന് അവൈലബിൾ ആണല്ലോ. ഇനി സിറ്റിയിൽ നിന്ന് വിട്ടിട്ട് ഔട്ട്സ്കേർട്സിലൊക്കെ ആണ് പബ്ലിക് ട്രാൻസ്പോർട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കാറ് ചിലപ്പോൾ അത്യാവശ്യമായിട്ട്. ഇപ്പോൾ ഞങ്ങൾക്കൊന്നും ഇവിടെ കാറില്ല, പക്ഷേ ഇപ്പം നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഷെയർഡ് കാർസ് ഭയങ്കരമായിട്ട് അവൈലബിൾ ആണ്. പക്ഷേ അതിന് ഡ്രൈവിംഗ് ലൈസൻസ് വേണം. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കലും അതിന്റെ ചെലവും പ്രോസസ്സും ഒക്കെ വലിയൊരു പരിപാടിയാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ. ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ ബോഡിക്ക് ഏത് ടൈപ്പ് വർക്കൗട്ടാണ് വേണ്ടത് എന്നുള്ളതനുസരിച്ച് ജിമ്മ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. കൂടുതലും റണ്ണിങ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തണുപ്പില്ലാത്ത സമയത്തൊക്കെ പുറത്തൊക്കെ ഓടിയിട്ടൊക്കെ വർക്കൗട്ട് ചെയ്യാമല്ലോ. പിന്നെ ഈ കോസ്മെറ്റിക്സിനൊക്കെ ഒരുപാട് ചിലവാക്കണമെന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയാലും ട്രാവലാണ് അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം. ഇവിടെ നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് കാണുന്നത് തന്നെ ട്രാവൽ ചെയ്യാൻ ഇങ്ങനെ ഓപ്ഷൻസ് ഉള്ളതാണ്. ബട്ട് അതും പൂർണ്ണമായും പേഴ്സണൽ ചോയ്സ് ആണ്. വലിയൊരു എമൗണ്ട് സേവ് ചെയ്യേണ്ടവർക്ക് അതിലൂടെയും ചെയ്യാൻ പറ്റും. അപ്പൊ പറഞ്ഞു വരുമ്പം നമ്മൾ ചെലവ് വല്ലാതെ മുറുക്കി പിടിച്ചില്ലെങ്കിൽ എല്ലാ ജോലിക്കാർക്കും ഒരുപോലെ സേവ് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ വിശിക്ക് നമുക്ക് ജീവിക്കാനും പറ്റില്ല. പിന്നെ എന്തിനാണ് ആൾക്കാർ നാട്ടിൽ നിന്നൊക്കെ വിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ജീവിക്കണേന്ന് വെച്ചാൽ എല്ലാവർക്കും കാശുണ്ടാക്കണം എന്നുള്ള ഒരു എയിം മാത്രമൊന്നും ആയിരിക്കില്ല. ചിലർക്കത് ഒരു ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫിന് വേണ്ടിയായിരിക്കും. മറ്റു ചിലർക്ക് ജീവിതമല്ലേ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ആയിരിക്കും. ചിലർക്ക് ട്രാവൽ ചെയ്യാനുള്ള പാഷൻ കൊണ്ടായിരിക്കും. മറ്റു ചിലർക്ക് കരിയർ ആസ്പിറേഷൻസും ബെറ്റർ എഡ്യൂക്കേഷനും ഒക്കെ ആവും. ഇനി ഇതൊന്നും അല്ലാതെ മെഡിക്കൽ റീസൺസും ആവാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ജീവിതം നമ്മളെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടെത്തിക്കുന്നത് കൊണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. ചെലവ് കുറയ്ക്കാൻ വേറെ വല്ല ഐഡിയാസും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാലോ. ഞാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കണം. Bye.